ഇത് ചിക്കൻ അതവിടെ ഇരിക്കട്ടെ. കഴുകി പിടിച്ച് വെച്ച ഉപ്പൊക്കെ പറ്റിയിട്ട് മഞ്ഞപ്പൊടി പറ്റിയിട്ട്. ഇത് നട്ടും ബോൾട്ടും. ഇത് പുള്ളി കപ്പ എന്നൊക്കെ പറയും. എനിക്ക് തോന്നി നട്ടും ബോൾട്ടും കപ്പയും കൂടിയിട്ട് തിന്നണം തോന്നി. തട്ടുകട കിട്ടണ പോലെ. അപ്പൊ അതാണ് മേടിച്ചതാ. നമുക്ക് അപ്പൊ ഇത് ആദ്യം ഉണ്ടാകാം. നമുക്ക് ചിക്കൻ എടുത്ത് വയ്ക്കും. എന്തായാലും ഇന്നത്തെ സാധനമൊക്കെ തീരുന്നാ മതി. ചെറിയ കോഴി പോലെ ചെറുതൊന്നല്ല, 2.5 കിലോ. ചെറുത് കണ്ടിട്ട് പറഞ്ഞാണ്. ആ 2 കോഴി ഉണ്ടാവില്ല അപ്പൊ? ഒരു കോഴി ലിവർ ചെറുതാണേ, അതും ചോദിച്ചു. നിനക്ക് ലിവറിന്റെയും കോഴിയുടെ പറയാലോ. നീ ഭയങ്കരമാണല്ലോ. ഈ ഫോറസ്റ്റുകാര് മറ്റേ പന്നിനൊക്കെ പിടിച്ചാലേ ആൾക്കാർ പന്നിനെ പിടിച്ച എന്റെ രോമം കണ്ട അതിന്റെ പൈസ കണക്കാക്കും. ഇത്ര എന്ന പോലെയാണ്. കഴുകി റെഡിയാക്കി എടുക്കും. ഷാറൂൺ പോവല്ല അങ്ങനെ. ഇന്ന് സ്പെഷ്യൽ നെട്ടും ബോട്ടും കപ്പയും. ക്യാമറമാൻ പോവല്ലേ? കുഴപ്പമില്ല. കറണ്ട് ഇല്ലടാ ഇവിടെ. അതിനാണ് ഈ നിന്നതിലെ ചവിട്ടി. ഞാൻ സ്നേഹം കൊണ്ടാണ്. ആ പാത്രത്തിൽ തന്നെ ഇത് മതി. വെള്ളം വന്നിട്ട് മുറിച്ചാൽ ഞാൻ വെള്ളം ഇവൻ വിളിക്കാറുണ്ടോ? ഫോൺ വിളിക്കോ? വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യോ? ഇവന് വെറുതെ ഫോൺ കിട്ടിയ ആരെങ്കിലൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കില്ല പണി. അതെ, എന്നിട്ടോ പിന്നെ ഞാൻ ചോറ് കൊടുത്തത് തിന്നില്ല കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞൂല്ലേ ഈ സാധനം കൊണ്ടുവരുന്നത് തിന്നില്ല. ചേട്ടന് അനിയൻ പാര, അനിയന് ചേട്ടൻ പാര, അമ്മയ്ക്ക് അച്ഛൻ പാര, അച്ഛനാണേൽ അമ്മ പാര. അങ്ങനെയല്ല പാട്ട്. എന്നിട്ടോ ഇവരുടെ പാട്ട് പാടിക്ക് പാടിക്ക് പാട്ട്. ഇത് നമ്മള് റോസ്റ്റ് ആക്കിയിട്ട് കപ്പയും കൂട്ടി കഴിക്കൂടാ. അങ്ങോട്ട് ഇന്ന് കപ്പയും നട്ടും പോട്ടും. ആ ചിക്കൻ ഉണ്ട്, അത് വേറെ ഉണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെക്കാം. നമുക്ക് ഇഞ്ചി, പച്ചമുളക്, സവോള, വെളുത്തുള്ളി. ആഹാ, കപ്പലിൻ്റെ മുട്ടായ എനിക്ക് മിടുക്കി. ഒരു കപ്പലിൻ്റെ മുട്ടായി കഴിക്കല് നേരം കൊണ്ട്. എന്തായാലും ഇത് മുറിച്ചേണ്ടി കയ്യൊന്ന് കഴിക്കണ്ട കഴിക്കാം. ഇതിന് വറുത്തിട്ട് ഇതിനകത്ത് ചൂടാക്കിയിട്ട് പച്ചപ്പൊടി പച്ചമണം പോകുന്നത്. അപ്പോൾ 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ
മല്ലിപ്പൊടി 3 സ്പൂൺ മുളക് പൊടി. ഇനി ഒന്ന് ചൂടാക്കിയിട്ട് ആ പച്ചക്കുത്ത് പോകുന്നേരം ചൂടാക്കും. പച്ചമണം പോയാ ചൂടായിട്ടോ കരിഞ്ഞ ടേസ്റ്റ്. സവാള, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. മല്ലിയെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി പരിപാടി തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചാലോ? മതിയല്ലേ? ബാക്കി അത് നെയ്യുണ്ടാവും. വെളിച്ചെണ്ണ ചൂടായില്ലേ? നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇതിൻ്റെ ഉണ്ടല്ലോ. എന്തെങ്കിലും മുക്കുമ്പോൾ പ്രത്യേക മണമുണ്ട്. ആ മണം ശരിക്കും പറഞ്ഞത് നമ്മള് അരിഞ്ഞിട്ട് എത്ര മണം വരില്ല. കുരുമുളക് ഇടും. കുരുമുളകും ഗരം മസാലയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഉപ്പ് എല്ലാം ഇടും നമ്മൾ. മണം മതിയില്ല മൊത്തം. നമുക്ക് സവാള സവാള ഇട്ടില്ല നമ്മൾ 6 അതേപോലത്തോളല്ല, മീഡിയം സൈസ്. ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറുത്, നമ്മുടെ ക്യാമറമാൻ തോമണം. തൊമ്മൻ നമ്മളിപ്പോ കുറച്ച് നാളായില്ലേ നെട്ടുമ്പട്ടും പഠിച്ചിട്ട്. എണ്ണൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇത് കാര്യം ചെയ്യ്, നമ്മൾ ചൂടാക്കിയാൽ മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടോ. അപ്പോൾ ചൂടാക്കി വെച്ചേക്കണം മല്ലിപ്പൊടി, മുളക് പൊടി. നന്ന പാത്രത്തിൽ ഇത് മൂത്തില്ലേ? അപ്പൊ മല്ലിപ്പൊടി, മുളക് മൂത്തറുണ്ട്. നമുക്കിനി നട്ടും ബോൾട്ടും ചിക്കൻ പാർട്സ്. എനിക്ക് ചിക്കനേക്കാളൊക്കെ ഇഷ്ടതാട്ടോ. പിന്നെ നിനക്കും ഇഷ്ടതാ? അമ്മ നമുക്ക് ഇതാ പ്രതീക്ഷിച്ചേ കപ്പ നോക്കാം. കുക്കറിലിടാന്നാ പെട്ടെന്നാവും. ഉപ്പ് ലാശം ഇടേണ്ടി വരും. ഉപ്പിട്ട് ഇട്ട് ഇനിയുണ്ടോ? ഇനി കുരുമുളക് ഉണ്ട്, ഗരം മസാല ഉണ്ട്, ഒക്കെ ഉണ്ട്. ലേശം വെള്ളം ഒഴിക്കുക. ഇത് വേവട്ടെ. അപ്പം മാങ്ങ വേവാൻ സമയം എടുക്കും. മറ്റതൊക്കെ പെട്ടെന്ന് വേവും. തട്ടിപ്പൊത്തി അവിടെ വയ്ക്കുക, വേവട്ടെ. മൂടി അവിടെ ഇരിക്കട്ടെ.
ഒരു മണിയായ സമയം നോക്കിയാൽ ഇവിടെ ഇരിക്കണം. അപ്പ നെയ്യ് ഗ്യാസ് കേട്ടോ. ലിവറിന് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് വേണം. ഇനി ഗരം മസാല. ടോവിനെ പറഞ്ഞ പോലെ കപ്പയും കൂടി ആയ ഇത് കാണിച്ചാൽ മതിയല്ലോ കേട്ടോ. അവസാനം എനിക്ക് വേണ്ടി കുറച്ച് മല്ലല്ലേ നമ്മൾ കേട്ടോ. കുറച്ച് മതി. അവിടെ ഈ ഓഫാക്കി മൂടിച്ചോ. അടിപൊളി. ഒപ്പാക്കട്ടാ. നമ്മളൊരു ആദ്യം കണ്ട പടം ഞാൻ പറട്ടെ. വൈശാലി കല്യാണത്തിന് മുന്നാടി കല്യാണത്തിന് മുമ്പാടി കണ്ട പടം വൈശാലി. മതിയില്ലേ? അപ്പൊ അതവിടെ ഇട്ടു. വേപ്പിലേക്ക് എന്തൊക്കെ എല്ലാം അറിയൂല. അപ്പൊ നമ്മുടെ കപ്പ് വന്ന് ഇനി ഊറ്റിരിക്കണം അല്ലേ? ആ പൈപ്പ് തുറന്നത് ഓ നല്ല സൂപ്പറായിരുന്നല്ലോ. നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. ഉള്ളിമുളക് വേണ്ടല്ലോ. മതി. അപ്പൊ നമ്മുടെ കപ്പ് റെഡി, നെറ്റും ബോട്ടും റെഡി. അടിപൊളി. അപ്പൊ നമ്മളെ നെട്ടും ബോൾട്ടും കപ്പയും നല്ല അടിപൊളി കോമ്പിനേഷൻ. നല്ല കപ്പല്ലേ? നല്ല കപ്പയും നല്ല നെട്ടും ബോൾട്ടും. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചാനൽ കൂട്ടാക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. ബൈ. ഇത് വേഗം കഴിക്കാം കേട്ടോ.